പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്ത് തന്നെ എനിക്കൊരു AC റൂം അവർ തന്നു. കൊല്ലം തുളസി എന്ന പേര് കേട്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് ഉറങ്ങിക്കിടന്ന എന്നെ തടവി. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടനാണ് കൊല്ലം തുളസി. വില്ലൻ വേഷങ്ങളിലാണ് നടനെ പ്രേക്ഷകർ കൂടുതൽ കണ്ടിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന കൊല്ലം തുളസി അഭിനയ രംഗത്തേക്കും കടന്നു വരികയായിരുന്നു. 1979 ഇറങ്ങിയ മുഖ്യമന്ത്രിയായിരുന്നു കൊല്ലം തുളസിയുടെ ആദ്യ സിനിമ. പിന്നീട് സൂപ്പർ താര ചിത്രങ്ങളടക്കം നിരവധി സിനിമകളിലാണ് നടൻ അഭിനയിച്ചത്. ലേലത്തിലെ പാപ്പി ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും കൊല്ലം തുളസിക്ക് കഴിഞ്ഞു. ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് നടൻ കൊല്ലം തുളസി നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ്. കൊല്ലം തുളസി എന്ന പേര് കേട്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് തന്നോടും ഒരാൾ മോശമായി പെരുമാറിയെന്ന് കൊല്ലം തുളസി വൈറൽ വീഡിയോയിൽ പറയുന്നു. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണമുണ്ടായി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു, പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു. മാത്രമല്ല പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്ത് തന്നെ എനിക്ക് ഒരു AC റൂം അവർ തന്നു. മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു, പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും, കഥ കിടക്കരുത്. എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായില്ല. മാത്രമല്ല ദുശ്ചിന്തകളും വന്നിട്ടില്ല. അങ്ങനെ ശാപ്പാടെല്ലാം കഴിഞ്ഞ് ഒരു പെഗ് അടിച്ച് അത്രയും നേരം യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നു. പകുതി ഉറക്കമായപ്പോൾ ആരോ കതക് തുറന്ന് അകത്തേക്ക് വന്നു. ഞാൻ ചരിഞ്ഞു കിടക്കുകയായിരുന്നു. എൻ്റെ അടുത്തേക്ക് അയാൾ വന്നു. ശേഷം അവിടെ ഇരുന്ന് പതുക്കെ എന്നെ തടവാൻ തുടങ്ങി. അതിനിടയിൽ അങ്ങേർക്ക് പിടികിട്ടി കിടക്കുന്നത് പെണ്ണല്ലെന്ന്. അങ്ങേര് ഉടനെ ലൈറ്റിട്ടു. ആരടാ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, കൊല്ലം തുളസി എന്ന്. നീയാണോ കൊല്ലം തുളസി എന്നാണ് അങ്ങേര് എന്നോട് തിരിച്ചു ചോദിച്ചത്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കൊല്ലം തുളസി പെണ്ണാണ്, നടിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങേര് എനിക്ക് AC റൂമൊക്കെ അഡ്ജസ്റ്റ് ആക്കി തന്നതെന്ന് കൊല്ലം തുളസി പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ട്രോളുകളും കമൻറ്റുകളും നിറഞ്ഞു. മുറിയിൽ തുളസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുഴുവൻ പേര് പറഞ്ഞു കാണില്ല. പേര് കേട്ടാൽ മതി ചാടി വീഴും. സംഗതി കൊല്ലം തുളസിയുടെ കഥ കോമഡി ആയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വന്നുപെട്ട സ്ത്രീകൾ കടന്നുപോയൊരു അവസ്ഥ ഓർക്കാൻ കഴിയുന്നില്ല. ഇത് ഇങ്ങേര് പണ്ടേ പറഞ്ഞതാണ്. അന്ന് പക്ഷേ എല്ലാവരും ഒരു തമാശയായി എടുത്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമാ ലോകവും അമ്മ സംഘടനയുമാണ് എങ്ങും ചർച്ചാ വിഷയം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള ചില താരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങൾ സത്യമാണെന്ന് ശരിവെക്കുന്ന തരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. തൊഴിലിന് പകരം ശരീരം ആവശ്യപ്പെടുന്നുണ്ടെന്നും അഭിനയിക്കാൻ രക്ഷിതാക്കളൊപ്പം പോവേണ്ടി വരുന്നുവെന്നും ആളുകൾ മുറിയുടെ വാതിൽ മുട്ടുന്നത് പതിവാണെന്നും ഹേമ കമ്മീഷനിലെ മൊഴികൾ വ്യക്തമാക്കുന്നു. 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി മലയാള സിനിമയിലെ വനിതാ സംഘടനയായ WCC അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷനാണ് ഉത്തരവിട്ടത്. ഇന്ന് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ മലയാള സിനിമയിൽ സാധാരണമാണെന്ന് കാസ്റ്റിംഗ് കൗച്ച് മുമ്പും സിനിമയിൽ ഉണ്ടായിരുന്നുവെന്നും നടി ശാരദ വ്യക്തമാക്കി. ഇന്ന് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ മലയാള സിനിമയിൽ സാധാരണമാണെന്നും കാസ്റ്റിംഗ് കൗച്ച് മുമ്പും സിനിമയിൽ ഉണ്ടായിരുന്നുവെന്നും നടി ശാരദ വെളിപ്പെടുത്തുന്നു.